അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സമൂസക്ക് വേണ്ട ഡോ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗീയും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സമൂസക്ക് വേണ്ട ഫില്ലിംഗ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരു 2-3 വേണം. ഞാനിവിടെ വലിയ പൊട്ടറ്റോ ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 250 ഗ്രാമോളം പൊട്ടറ്റോ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലെക്സ് ആണ്. ചില്ലി ഫ്ലെക്സ് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബംഗാളി സമൂസക്ക് അത്യാവശ്യമായതാണ് ചാറ്റ് മസാല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇനി നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ മാവിനെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചെറിയ മിനി സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ 2ആയിട്ട് ഇതിനെ മുറിച്ച് മാറ്റണം. ഇനി നമുക്കിത് സമൂസ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കുന്നത് പോലെയല്ല ഈ ബംഗാളി സമൂസ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് വെള്ളം കൊണ്ട് ഇതാക്കിയിട്ട് നമുക്ക് ഇതേപോലെ കോൺ ചെയ്തിട്ട് എടുക്കണം. കോൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് ഇതിലിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സമൂസ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബംഗാളി സമൂസേൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറമേൽ ഇതേപോലെ കുറച്ച് വെള്ളം കൂടി ആക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കണം.
ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബംഗാളി സമൂസേൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബംഗാളി സമൂസ. അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമൂസ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റണം. അപ്പോൾ എൻ്റെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബംഗാളി സമൂസ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ബംഗാളി സമൂസയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.